പ്രഥമ മാർ പി ലെക്സിനോസ് ട്രോഫി ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനായി പത്തനംതിട്ട കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങി. ജനുവരി 15-16 തീയതികളിലായി നടക്കുന്ന ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നായി 12 ടീമുകൾ പങ്കെടുക്കും. രണ്ടുദിന ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന് പത്തനംതിട്ട കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങി. ജനുവരി 15-16 തീയതികളിലായാണ് ടൂർണമെന്റ്. വിവിധ ജില്ലകളിൽ നിന്നായി 12 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. സ്കൂൾ വിഭാഗത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പ്രത്യേക ഇനമായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആധുനിക ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ് രണ്ടുദിന ടൂർണമെന്റ് നടക്കുക. കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകൻ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പി ലെക്സിനോസ് മെത്രാപ്പൊലീത്തയുടെയും സ്കൂൾ മുൻ പ്രഥമാധ്യാപകൻ ഡാനിയൽ മാർ പി ലെക്സിനോസ് മെത്രാപ്പൊലീത്തയുടെ സ്മരണാർത്ഥമായാണ് രണ്ടുദിന ടൂർണമെന്റ്. പ്രഥമ മാർ പി ലെക്സിനോസ് ട്രോഫി ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനായാണ് കാത്തോലിക്കേറ്റ് സ്കൂൾ വേദിയാകുന്നതെന്ന് ടൂർണമെന്റ് ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ ജേക്കബ് ജോർജ് കുറ്റിയിൽ പറഞ്ഞു. 15-16 തീയതികളിലായി നടക്കുന്ന ടൂർണമെൻറ്റിൽ കേരളത്തിലെ പ്രബലമായ സ്കൂൾ ടീമുകളായ 12 ടീമുകളാണ് ബോയ്സ് ആൻഡ് ഗേൾസ് വിഭാഗത്തിൽ മത്സരിക്കുന്നത്. ഈ മത്സരത്തിൽ സംസ്ഥാന താരങ്ങളാണ് ബഹുഭൂരിപക്ഷം പേരും പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചാമ്പ്യൻഷിപ്പ് ഈ മേഖലയിലെ ബാസ്കറ്റ്ബോളിൻ്റെ അഭിവൃദ്ധിക്കും കായിക മേഖലയുടെ അഭിവൃദ്ധിക്കും അതോടൊപ്പം കുട്ടികളിലുള്ള ദുഷ്ചിന്തകളൊക്കെ മാറി കായിക മേഖലയിലേക്കൊക്കെ വരുന്നതിന് താല്പര്യപ്പെടുന്നതിനും പ്രേരിപ്പിക്കുന്നതിനും സഹായകരമാണ്. അതേപോലെ തന്നെ ഈ സ്കൂളിലെ ഓപ്പൺ ജിം അടക്കമുള്ള ഇപ്പോഴുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കുട്ടികൾക്ക് പഠനം അടക്കമുള്ള കാര്യങ്ങളിൽ നല്ലൊരു ആംബിയൻസ് ഉണ്ടാക്കുന്നതിന് സഹായകരമായി എന്നാണ് വിശ്വസിക്കുന്നത്. ആധുനിക സാങ്കേതിക മികവോടെയാണ് ടൂർണമെന്റിന് കോർട്ട് ഒരുക്കിയിട്ടുള്ളതെന്ന് സെക്രട്ടറി റവറൻഡ് ഫാദർ ഷൈജു കുര്യൻ പറഞ്ഞു. ഓപ്പൺ ജിം, ഗാർഡൻസ് കം സ്റ്റുഡൻസ് പാർക്ക്, വോളിബോൾ കോർട്ട് എന്നിവയെല്ലാം ഇപ്പോൾ കാത്തോലിക്കേറ്റ് സ്കൂളിൻ്റെ കലാലയ കാഴ്ചകൾ കൂടിയാണ്. ബാസ്കറ്റ്ബോളിന് വേണ്ടി കേരളത്തിലെ 12ഓളം ടീമുകൾ ഇവിടെ മാറ്റൊരുക്കുന്ന കായിക മാങ്കം അരങ്ങേറുമ്പോൾ ഈ സ്കൂൾ അങ്കണത്തിൽ ഈ ബാസ്കറ്റ്ബോൾ കോർട്ട് മാത്രമല്ല വോളിബോൾ കോർട്ടുണ്ട്. പുതുതായിട്ട് ഓപ്പൺ ജിം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു സ്കൂളിൽ ഒരു ഓപ്പൺ ജിം ആരംഭിക്കുന്നത് കാത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പ്രത്യേകിച്ച് അതിനുവേണ്ടിയും സാമ്പത്തിക സഹായം നൽകിയ വിദേശ വ്യവസായി ആക്കാക്കുഴി ബാബു അവറുകളെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് സ്കൂൾ അധികൃതർ ടൂർണമെന്റ് വിശദീകരിച്ചത്. ടൂർണമെന്റിന് മികച്ച ക്രമീകരണങ്ങളായതായി സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ അനീഷ് തോമസ് പറഞ്ഞു. ആദ്യത്തെ ദിവസം 9 മാച്ചസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഉച്ച സമയത്ത് കുറച്ച് വെയിലുള്ള സമയത്ത് കുറച്ച് നേരം ഗ്യാപ്പ് കൊടുത്തിട്ട് വൈകുന്നേരം ഈവനിങ് ഫ്ലഡ് ലൈറ്റിൽ വരെ മാച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ